നമ്മളിന്ന് കാണാൻ പോകുന്നത് ദി റൊമാൻസ് ഓഫ് ടൈഗർ ആൻഡ് റോസ് എന്ന സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ച് സങ്കടത്തോടെ അവൾ പേഹിങ്ങിനോട് സോറി പറയുന്നു. ഞാൻ ഹാൻഷുവോയോട് ക്ഷമ പറയാൻ പോകുവാണ്. നിനക്കെന്നെ ഇഷ്ടമില്ലെന്നറിയാം, പക്ഷെ ഞാനിപ്പോ വേറെ ആളാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. മുൻപ് അവളുടെ സ്വഭാവം ഇങ്ങനല്ലായിരുന്നു. പെട്ടെന്ന് ചിയാൻ ഇത്ര താഴ്ന്ന് സംസാരിക്കുന്നത് കണ്ട് പേഹിങ്ങിന് അതിശയം തോന്നുന്നു. രാത്രി അവൾ ഹാൻഷുവോയുടെ റൂമിലേക്ക് പോകുന്നു. അവളെ കൊല്ലാനായി അവിടെ ആളുകൾ റെഡിയായി നിൽക്കുന്നുണ്ട്. നീ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത്? എന്നെ നാണം കെടുത്തി മതിയായില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കുമെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ഇനിയും നിന്നെ വിശ്വസിക്കണോന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാൻ കാരണം നിനക്കവിടെ ഡ്രസ്സ് ഇല്ലാതെ നിൽക്കേണ്ടി വന്നു. ഞാനും അതുപോലെ ചെയ്യാമെന്നും പറഞ്ഞ് അവൾ ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപോലെ ആയില്ലെന്ന് ചോദിക്കുന്നു. അതെങ്ങനെയാ ഒരുപോലെ ആകുന്നതെന്ന് അവൻ പറയുമ്പോൾ, അതെ, ഒരുപാട് പേർ നിന്നെ ആ വേഷത്തിൽ കണ്ടു. ഞാനും പുറത്തുപോയി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നടക്കാമെന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുമ്പോൾ ഹാൻഷു അവളോട്, നീ എൻ്റെ ഭാര്യയാണ്, പുറത്തുപോയി ഇങ്ങനെ നടക്കാൻ പാടില്ലെന്ന് അവൻ പറയുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയും ഡ്രസ്സ് മാറ്റാമെന്നും പറഞ്ഞ് അവൾ ഡ്രസ്സ് മാറ്റുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവൻ അവളെ പുതയ്ക്കുന്നു. അകത്ത് എന്താ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. നീ എന്താ ചെയ്യുന്നതെന്നും ചോദിച്ച് അവൾ ദേഷ്യപ്പെടുമ്പോൾ, ഞാനൊന്നും ചെയ്തില്ല, നീ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? വഴിയിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ നീയാ എന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞത്. അവിടെ പോയി പേഹിങ്ങിനെ കണ്ടപ്പോൾ അവനോട് ഭയങ്കര കൊഞ്ചലായിരുന്നല്ലോ. ഇത് അവന്റെ കുഞ്ഞാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അവളുടെ കയ്യിലെ ആ മാർക്ക് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് അവൾ പ്രഗ്നന്റ് അല്ലെന്ന് അവന് മനസ്സിലാകുന്നു. ജയിലിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അമ്മയോട് കള്ളം പറഞ്ഞത്. പുറത്തു പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ റൂൾസ് അനുസരിക്കാം. നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. വീട്ടിനകത്ത് നമുക്ക് ഷുവാൻഹു സിറ്റിയിലെ റൂൾസ് അനുസരിക്കാം. ഞാൻ നീ പറയുന്നത് കേൾക്കാം. അങ്ങനെ സാധാരണ കുടുംബത്തെ പോലെ ജീവിക്കാമെന്ന് അവൾ പറയുന്നു. അത് കേട്ട് അവൻ മിണ്ടാതെ നിൽക്കുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെയാ, ഇനി വാക്ക് മാറ്റരുതെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുമ്പോൾ ഡ്രസ്സ് നേരെ ഇട്ടിട്ട് പോകാൻ അവൻ പറയുന്നു. ഇന്നവളെ കൊല്ലാൻ പറഞ്ഞ കാര്യം ഓർത്ത് ഹാൻഷുവോ അവിടേക്ക് പോയി അതിൽ നിന്നും അവളെ രക്ഷിക്കുന്നു. അവൾ നോക്കുമ്പോൾ നല്ല തണുപ്പാണ്, സൂക്ഷിച്ചു പോവാൻ അവൻ പറയുന്നു. പോകുന്ന വഴിയിൽ അമ്പ് കിടക്കുന്നത് കണ്ട് രക്ഷിച്ചതിന് നന്ദി പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. വലിയ ഒരു യുദ്ധം നടക്കുന്നു. അതിൽ ഹാൻഷുവോയും ചെന്നും ഫൈറ്റ് ചെയ്യുന്നു. അതിൽ സെക്കൻഡ് പ്രിൻസസ് തോറ്റ്. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. നീ അമ്മയെയും ഉപദ്രവിച്ചു. ഒരുപാട് പേരെ കൊന്നതായി ചെയ്യാൻ സ്വപ്നം കാണുന്നു. മരിക്കാൻ പാടില്ലെന്ന് ചിന്തിച്ച് വീണ്ടും അവൾ ആ സ്റ്റോറി ടെല്ലേഴ്സിനെ കാണാൻ പോകുന്നു. എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്നും ഓറഞ്ചിനെ രക്ഷിക്കണം. അതിനുള്ള വഴി ചോദിക്കുമ്പോൾ അവർ ഓരോ വഴികൾ പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ഒരു കത്ത് ബൈജി ഹാൻഷുവോയ്ക്ക് കൊണ്ടു കൊടുക്കുന്നു. സെക്കൻഡ് പ്രിൻസസിനും അതുപോലെ ഒരു കത്ത് കിട്ടുന്നു. രാത്രിയാകുമ്പോൾ ഹാൻഷുവോയും അവന്റെ ആളും എങ്ങോട്ടോ പോകുന്നത് ഒളിഞ്ഞു നിന്ന് നോക്കി. ചെൻ അവിടേക്ക് വന്ന് ഹാൻഷുവോയെ പിടിക്കാൻ നിൽക്കുമ്പോൾ, ഞാൻ അവിടേക്ക് പോയി അവനെ രക്ഷിക്കും, അങ്ങനെ ഞാൻ അവന്റെ കൂടെയാണെന്ന് അവൻ കരുതുമെന്ന് ചെയ്യാൻ പറയുന്നു. ഹാൻഷുവോയുടെ പുറകെ ചെന്നും അവളുടെ സോൾജേഴ്സും അവിടേക്ക് പോകുന്നു. അവളത് തുറന്നു നോക്കുമ്പോൾ ചിയാൻ അവിടേക്ക് വരുന്നു. കത്തി ചിയാന്റെ നേരെ നീട്ടി, നീ ആരെ കാണാൻ വന്നതാന്ന് ചെൻ ചോദിക്കുമ്പോൾ, അവനിവിടെ ഇല്ലേന്നും പറഞ്ഞ് അവൾ ഹാൻഷുവോയെ അവിടെ എല്ലാം നോക്കുന്നു. പക്ഷെ അവൻ അവിടെ വന്നിട്ടില്ല. നീയാണോ ഷുവാൻഹുവിലെ ആളെ കാണാൻ വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഞാനോ? ഞാൻ എന്തിനാ ശത്രുവിനോട് കൂട്ടുകൂടുന്നതെന്ന് അവൾ പറയുന്നു. സിറ്റി ഓണറിന്റെ മകളായതുകൊണ്ട് ശത്രുവിന്റെ കൂടെ കൂടിയാലും അവർ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് അയാൾ പറയുന്നു. ഞാൻ ഷുവാൻഹുവിലെ ആളെ കാണാൻ വന്നതിന് തന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വന്നതാ. അപ്പോഴാ ഞാൻ നിന്നെ ഇവിടെ കണ്ടത്. എനിക്ക് ഉറക്കം വരുവാന്നും പറഞ്ഞ് ചെയ്യാൻ അവിടെ നിന്നും പോകുന്നു. പ്രിൻസസ് എന്തിനാ അവളെ വെറുതെ വിട്ടത്? സിറ്റി ഓണറിന് അവളെയാ കൂടുതൽ ഇഷ്ടം. ഇത് നല്ല ചാൻസ് ആയിരുന്നല്ലോ എന്ന് അയാൾ പറയുമ്പോൾ, ശത്രുവിന്റെ കൂട്ടുകൂടാനുള്ള ധൈര്യം അവൾക്കില്ല. ഹാൻഷുവോ ആയിരിക്കും ഇതിന്റെ പുറകിലെന്ന് ചെൻ പറയുന്നു. ചിയാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത് ഹാൻഷുവോ കാണുന്നു. ആ ലെറ്റർ കിട്ടിയപ്പോൾ സംശയം തോന്നിയത് കൊണ്ട് അതാരാണെന്ന് കണ്ടുപിടിക്കാൻ മനഃപൂർവ്വമാണ് ഹാൻഷുവോ അങ്ങനെ ചെയ്തത്. അവൾ ഹാൻഷുവോയുടെ അടുത്ത് പോയി, അവിടെ പോകാൻ വിളിച്ചിട്ട് നീ എന്താ പോകാത്തത്? നീ പോയതുമില്ല, ഞാൻ അവിടെ പോയി തെറ്റുകാരിയായി. അത് ശരിയല്ലെന്ന് പറയുമ്പോൾ, ഞാനും പറ്റിക്കപ്പെട്ട അവിടേക്ക് പോയത്. അത് ചെയ്തത് നീയല്ലേന്ന് അവൻ ചോദിക്കുന്നു. നിന്നെ ഓർത്ത് ഞാൻ എത്ര പേടിച്ചെന്നറിയോ? അവൾ ഷുവാൻഹു സിറ്റിയിലെ ആളെ പിടിക്കാൻ പോകുവാന്ന് കേട്ടതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അവിടേക്ക് പോയത്. നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് ചെയ്യാൻ പറയുന്നു. അപ്പോൾ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണല്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ, നിനക്ക് വേണ്ടി എനിക്ക് മുറിവ് പറ്റിയെന്ന് അവൾ പറയുന്നു. അവൻ ആ മുറിവ് നോക്കിയിട്ട് നിനക്ക് പരിക്ക് പറ്റിയല്ലോ എന്ന് പറയുമ്പോൾ, അതെ, നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാ എനിക്ക് പരിക്ക് പറ്റിയത്. ഞാൻ നിന്റെ കൂടെയാണ്. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നീ ഹാപ്പി ആയിരിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ അവിടെ പോകാത്തത് നന്നായി. ചെൻ ഭയങ്കരമാണെന്നും പറഞ്ഞ് ചെയ്യാൻ അവിടെ നിന്നും പോകുന്നു.
നമുക്ക് തേർഡ് പ്രിൻസസിനെ വിശ്വസിക്കാമോ? ഇതും അവളുടെ അടവായിരിക്കുമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവളൊരു പാവം പെൺകുട്ടിയാ, ഇത് ചെയ്തത് ചെയ്യാനായിരിക്കില്ല, സെക്കൻഡ് പ്രിൻസസ് ആയിരിക്കുമെന്ന് ഹാൻഷുവോ പറയുന്നു. എന്നാലും തേർഡ് പ്രിൻസസ് നമ്മളെ രക്ഷിച്ചത് എന്തിനായിരിക്കും? അവൾക്ക് എന്താ വേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ എന്നെയാ അവൾക്ക് വേണ്ടത്, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഹാൻഷുവോ പറയുന്നു. അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണേലും അവളെ കൊണ്ട് നമുക്ക് ഉപയോഗമില്ലല്ലോ എന്ന് ബൈജി പറയുമ്പോൾ അവളെ കൊണ്ട് ഡ്രാഗൺ ബോൺ എടുപ്പിക്കാമെന്ന് ഹാൻഷുവോ പറയുന്നു. അപ്പോൾ സെക്കൻഡ് പ്രിൻസസോ? ഹുവായൻ സിറ്റിയിലെ മിടുക്കിയായ പ്രിൻസസ് അവളാണെന്നും സിറ്റി ഓണറാകാനുള്ള ചാൻസും അവൾക്കാണ്. അവളെ വിവാഹം ചെയ്ത് ഡ്രാഗൺ ബോൺ എടുക്കാമെന്ന് പറഞ്ഞത് യങ് മാസ്റ്റർ അല്ലേന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് തെറ്റുപറ്റിയതാ, ഹുവായൻ സിറ്റിയിലെ ഓണറാകുന്നത് ചിയാനായിരിക്കും, അവൾ മിടുക്കിയാണെന്ന് ഹാൻഷുവോ പറയുന്നു. ഷുവാൻഹു സിറ്റിയിലെ ആളെ കണ്ടുപിടിക്കാത്തതിന് സിറ്റി ഓണർ ചെന്നിനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ വിഷമത്തോടെ ചെൻ അവിടെ നിന്നും പോകുന്നു. ഇവളെ ഞാൻ എങ്ങനെ സിറ്റി ഓണർ ആക്കുമെന്ന് അവർ ചോദിക്കുമ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യും, അവൾക്ക് കുറച്ച് സമയം കൊടുക്കുന്ന അയാൾ പറയുന്നു. അടുത്ത് ഫസ്റ്റ് പ്രിൻസസ് ആയ ചിയാന്റെ ചേച്ചിയാണ് കാണിക്കുന്നത്. നാളെ സ്കൂളിലേക്ക് ചിയാൻ വരും, പേഹിങ്ങിനോട് ഞാൻ വരില്ലെന്ന് പറയണമെന്ന് അവൾ പറയുമ്പോൾ തേർഡ് പ്രിൻസസിനെ കാണാതിരിക്കാൻ ലീവ് എടുക്കണ്ട, എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നാൽ ശരിയാവില്ലെന്ന് അയാൾ പറയുന്നു. എൻ്റെ അമ്മ എന്നെ മറന്നു, അനിയത്തിക്കും എന്നെക്കുറിച്ച് ഒരു വിചാരമില്ലെന്ന് അവൾ പറയുന്നു. ഒരു മുടി കൊഴിഞ്ഞത് കണ്ട് പേടിച്ച് ഡോർ അടയ്ക്കാൻ പറഞ്ഞിട്ട് എന്തൊക്കെയോ കൊണ്ടുവരാൻ പറയുന്നു. ശേഷം ചിയാനും എല്ലാവരും സ്കൂളിലേക്ക് പോകുന്നു. ഹാൻഷുവോ അവളെ നോക്കുമ്പോൾ ചെന്നിനെ കാണാനായി അവിടെ ഹാൻഷുവോയെ ഇരുത്തിയിട്ട് അവൾ മുന്നിൽ പോയിരിക്കുന്നു. നീ ഒരാളെ വിവാഹം ചെയ്തില്ലേ, വീണ്ടും എന്തിനാ പീഹിങ്ങിനെ കാണാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ലിൻ ചോദിക്കുമ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞെന്നും പറഞ്ഞ് അവളെ എടുത്ത് അവൻ്റെ അടുത്തിരുത്തുന്നു. പീഹിങ് അവിടേക്ക് വന്ന് ഞാൻ പറയുന്ന വാക്കുകൊണ്ട് 2 വരി കവിത ചൊല്ലാൻ പറയുന്നു. ആദ്യം ചെന്നാണ് പറയുന്നത്. അടുത്ത് ലിൻ എഴുന്നേൽക്കുന്നു. പക്ഷെ അവൾക്കൊന്നും പറയാൻ അറിയില്ല. അത് കണ്ട് ചിയാൻ ചിരിക്കുമ്പോൾ നിനക്ക് വായിക്കാൻ പോലും അറിയില്ലല്ലോ, നീ അത് പറഞ്ഞാൽ ഞാൻ ടോയ്ലറ്റ് വൃത്തിയാക്കാം, അല്ലേ നീ വൃത്തിയാക്കണമെന്ന് ലിൻ പറയുന്നു. അത് കേട്ട് ഹാൻഷുവോ തേർഡ് പ്രിൻസസ് ജയിക്കും, നീ തോറ്റാൽ നിനക്ക് പകരം ഞാൻ ടോയ്ലറ്റ് വൃത്തിയാക്കാമെന്ന് പറയുന്നു. കുറച്ച് വരിയല്ലേ, ഈ കഥ മുഴുവൻ എഴുതിയത് ഞാനാണ്, പക്ഷേ കഥയിലെ ചിയാന് വായിക്കാൻ പോലും അറിയില്ല, ഹാൻഷുവോയെ കൊണ്ട് ടോയ്ലറ്റ് വൃത്തിയാക്കാനും പറ്റില്ല എന്നും ചിന്തിച്ച് എഴുന്നേറ്റ് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ശരി ഉത്തരം പറയുന്നു. അത് കേട്ട് തെറ്റാണെന്ന് കരുതി ലിൻ ചിരിക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് പേഹിങ് പറയുന്നു. അങ്ങനെ ലിന്നിനോട് അവൾ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ പറയുന്നു. ചിയാൻ മുന്നിൽ പോയി പേഹിങ്ങിനെ നോക്കിയിരിക്കുമ്പോൾ ഹാൻഷു അവിടേക്ക് പോയി അവളുടെ മുന്നിൽ നിൽക്കുന്നു. ടോയ്ലറ്റ് വൃത്തിയാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെയുള്ളവരെല്ലാം ഭയങ്കര സ്മെല്ലെന്ന് പറയുന്നു. ലിന്നും അവിടെയുള്ള ഒരാളും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുമുവിൻ്റെ കയ്യിൽ നിന്ന് പെയിന്റിങ് താഴെ വീഴുന്നു. അവൾ സുമുവിൻ്റെ അടുത്ത് പോയി ഇത് ചെയ്യാൻ തന്നതല്ലേ, അവളുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, നിനക്കവളെ ഇഷ്ടമല്ലേന്നും ചോദിച്ച് അവനെ ഉപദ്രവിക്കുന്നു. ചിയാൻ അത് കണ്ടുപിടിച്ച് അവൾ നിന്നെ അടിച്ചോന്ന് ചോദിക്കുമ്പോൾ അത് കാര്യമാക്കണ്ട, അവൾ അടിച്ചാൽ എനിക്ക് വേദനിക്കില്ല, പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ എൻ്റെ ഹൃദയം വേദനിക്കുമെന്ന് സുമു പറയുന്നു. അത് കേട്ട് ഞെട്ടി ചിയാൻ നിൽക്കുന്നിടത്ത് വെച്ച് എപ്പിസോഡ് തീരുന്നു.